സഭയുടെ ഇന്ത്യൻ കാര്യങ്ങൾക്കുള്ള സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിച്ചിരുന്നത്. അതിനു മുമ്പും 94 മുതൽ ഞാൻ പലതവണയായിട്ട് ഡമാസ്കസിലെ പാത്രി കരമനയിലായിട്ടുണ്ട്. ബാവയെ അടുത്ത് അറിയുവാനുമായിട്ട് സാധിച്ചിട്ടുണ്ട്. സെക്രട്ടറി എന്ന നിലയിൽ പ്രത്യേകിച്ചും പരിശുദ്ധ പിതാവിനോടൊപ്പം ചെലവഴിച്ച കാലം എന്റെ ജീവിതത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള കാലമായിട്ട് കാണുന്നു. കാരണം ഇത്ര ഉന്നത സ്ഥാനത്ത് പരിശുദ്ധ പിതാവ് ആയിരിക്കുന്ന സന്ദർഭത്തിൽ പോലും എത്രയും വിനയത്തോടും ദുഃഖത്തോടും കൂടെയാണ് എല്ലാവരോടും പെരുമാറുന്നതായിട്ട് കാണുവാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൽ നിന്ന് പരിശുദ്ധ പിതാവിൽ നിന്ന് ഒത്തിരി പഠിക്കുവാനും സാധിച്ചിട്ടുണ്ട്. പല സങ്കീർണ പ്രശ്നങ്ങളും ഇന്ത്യയിലെയും അതുപോലെ സഭകൾ നമ്മുടെ യാക്കോബായ സുറിയാനി സഭയിലെ കാര്യങ്ങൾ വരുമ്പോഴും സമചിത്തതയോട് ക്ഷമയോടെ പ്രവർത്തിക്കുന്ന ഒരു ശ്രേഷ്ഠ ഇടയനെ അടുത്തറിയുവാനുള്ള വലിയ ഭാഗ്യം എനിക്ക് ഉണ്ടായി. പരിശുദ്ധ പിതാവ് ഈ അടുത്ത കാലത്ത് അന്ത്യോക്യ സിംഹാസനത്തെ ഭരിച്ചിരുന്ന സ്ഥാനം ആയിരുന്ന പിതാക്കന്മാരിൽ ഏറ്റവും കൂടുതൽ കാലം ഈ കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ ഏറ്റവും കൂടുതൽ കാലം പാത്രികീസായി ശുശ്രൂഷ അനുഷ്ഠിച്ചിട്ടുള്ള പരിശുദ്ധ പിതാവാണ്. ആ പരിശുദ്ധ പിതാവിന്റെ പരിചയ സമ്പന്നതയും ക്ഷമാശീലവും അതുപോലെ തന്നെ വിനയവും വിശ്വാസ സ്ഥിരതയും ഒക്കെയും അടുത്തറിയുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതെല്ലാവർക്കും മാതൃകയാണ്. പ്രത്യേകിച്ച് മറ്റു സഭകളുമായിട്ടുള്ള ബന്ധങ്ങള്, മറ്റു സമുദായങ്ങളും മതങ്ങളുമായിട്ടുള്ള ബന്ധങ്ങള്, അതെല്ലാം പരിശുദ്ധ പിതാവ് വളരെ സമചിത്തതയോടെ ആർക്കും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ, വേദനയുണ്ടാക്കാത്ത രീതിയിലാണ് പിതാവ് പെരുമാറിയിരുന്നത്. അക്കാരണത്താൽ തന്നെ പ്രത്യേകിച്ച് സിറിയയിലെ അറബി രാഷ്ട്രങ്ങളിലെ മധ്യപൗരസ്ത്യ ദേശങ്ങളിലെ പല രാഷ്ട്ര തലവന്മാരുമായിട്ട് പിതാവിന് നല്ല ബന്ധമുണ്ടായിരുന്നു. അവരൊക്കെയും പിതാവിനെ ഒരു ശ്രേഷ്ഠ വിധേയനായിട്ട്, ഒരു മതത്തിന്റെ പ്രത്യേക സമൂഹത്തിന്റെ തലവനായിട്ട് അംഗീകരിക്കുകയും വളരെ സ്നേഹത്തോടെ അദ്ദേഹത്തോടെ പെരുമാറുകയും ബഹുമാനിക്കുകയും ഒക്കെയും ചെയ്തിരുന്നു. പരിശുദ്ധ പിതാവിന്റെ വേർപാട് യാക്കോബായ സുറിയാനി സഭ, ആഗോള സുറിയാനി സഭയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നഷ്ടമാണ് വരുത്തി വെച്ചിട്ടുള്ളത്. തിരുമേനി, ഈ അവസാന കാലഘട്ടത്തിലൊക്കെ സിറിയയിലെ പ്രശ്നങ്ങൾ അദ്ദേഹം ഏറെ ദുഃഖിതനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. സിറിയൻ ഭരണാധികാരികളുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധം ഉണ്ടായിരുന്നു. എങ്ങനെയായിരുന്നു അദ്ദേഹം തന്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നത്? അദ്ദേഹം സിറിയൻ സർക്കാർ, പ്രത്യേകിച്ചും നമുക്ക് എല്ലാവർക്കും അറിവുള്ളത് പോലെ ക്രൈസ്തവ വിഭാഗങ്ങൾ എല്ലാവരോടും തന്നെ വളരെ ലിബറലായിട്ട് ആണ് പെരുമാറിയിരുന്നത്. ഈ ഉണ്ടായ ആഭ്യന്തര കലാപങ്ങളില് സർക്കാർ പക്ഷത്തും അതുപോലെ തന്നെ വിമതപക്ഷത്തും ക്രൈസ്തവരും ഉണ്ട് എന്നുള്ള വസ്തുത പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പരിശുദ്ധ പിതാവ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സന്ദർഭത്തിലൊക്കെയും അക്രമത്തെ ഒരു കാലത്തും പരിശുദ്ധ പിതാവ് അംഗീകരിച്ചിരുന്നില്ല. അക്രമത്തിന്റെ എതിരായിട്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ്, ആരുടെ ഭാഗത്തു നിന്നുള്ള അക്രമമായാലും അതിനെതിരായിട്ടുള്ള ഒരു നിലപാടാണ് പരിശുദ്ധ പിതാവ് എടുത്തത്. തന്റെ ഈ കലാപം ഉണ്ടാകുന്നതിന് മുമ്പുള്ള കാലയളവിലും അവൻ എക്കാലവും സമാധാനവും സ്നേഹവും സാഹോദര്യവുമാണ് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത്. ആ ഒരു നിലപാടിൽ തന്നെ എല്ലാവരും അക്രമത്തിന്റെ പാത വിട്ട് സമാധാനത്തിന്റെ പാതയില്, ഐക്യത്തിന്റെ പാതയിലേക്ക്, സഹവർത്തത്തിന്റെ പാതയിലേക്ക് വരണമെന്നാണ് പരിശുദ്ധ പിതാവ് ആഗ്രഹിച്ചിരുന്നതും ആ നിലപാടാണ് അദ്ദേഹം എടുത്തിരുന്നതും. തിരുമേനി, എന്തെല്ലാം പ്രശ്നങ്ങൾ, ആഭ്യന്തര പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായാലും മലങ്കര സഭയോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക വാത്സല്യം ഉണ്ടായിരുന്നു. പരിശുദ്ധാവിന്റെ മലങ്കര സഭയോടുള്ള പ്രത്യേക വാത്സല്യം എന്ന് പറയുന്നത് സഭ 20 വർഷത്തിന്റെ ആരംഭത്തിൽ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ടായി, അതുവരെയായിട്ട് സമാധാനമുണ്ടായി. ശേഷം 64-ലെ തിരുമേനി, ഞാൻ ഇടപെടുന്നു. ടെലിഫോൺ ലൈനിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഏതായാലും വളരെ നന്ദി ഇത്രയും കാര്യങ്ങൾ അനുസ്മരിച്ചതിന്. സ്റ്റിനി അദ്ദേഹം പാത്രിയർക്കീസ് ബാവയുടെ സെക്രട്ടറിയായി സേവനം അനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഗീവർഗീസ് മാർ അത്തനാസ്യോസ് മെത്രാപ്പൊലീത്തയാണ് പ്രതികരിച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ നിരവധി വിഷയങ്ങളിൽ, രാജ്യാന്തര വിഷയങ്ങളിൽ ഉൾപ്പെടെ തന്റെ നിലപാടുകൾ വ്യക്തമാക്കുകയും സമാധാനത്തിന് വേണ്ടി എന്നും നിലകൊള്ളുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് പരിശുദ്ധ പാത്രിയർക്കീസ് ബാവ. പരിശുദ്ധ ഇഗ്നാത്തിയോസ് സഖ പ്രഥമൻ പാത്രിയർക്കീസ് ബാവ കാലം ചെയ്തിരിക്കുന്നു. സിറിയൻ ഓർത്തഡോക്സ് സഭ പരമാധ്യക്ഷൻ കൂടിയാണ് അദ്ദേഹം. അന്ത്യം ജർമ്മനിയിലായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. വേൾഡ് കൌൺസിൽ ഓഫ് ചർച്ചസ് അധ്യക്ഷനും കൂടിയാണ്. കബറടക്ക ശുശ്രൂഷയുടെ സമയം ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്താം. This news bulletin brought to you by Josco Jewelers in association with Tissot